ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ജിയ ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് വിഴിഞ്ഞം ലൈറ്റ് ഹൗസിലേക്കാണ്. അപ്പോൾ നമ്മൾ വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് പോവാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് അകത്തോട്ട് കയറുകയാണ്. ഈ ഒരു ലൈറ്റ് ഹൗസിൽ എത്താനായിട്ട് അങ്ങനെ ലൊക്കേഷൻ്റെ ബുദ്ധിമുട്ടൊന്നും തന്നെ വരത്തില്ല. കാരണം നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ കൃത്യം ഈ സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിക്കും. ആൻഡ് ഞാൻ വന്ന സമയത്ത് റോഡുകൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. സോ വരുന്ന വഴിയൊക്കെ സ്മൂത്തായിട്ട് തന്നെ ഇവിടെ എത്തുകയും ചെയ്തു. ആൻഡ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും തന്നെ കാണത്തില്ല. കാരണം വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ കയറി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ഒരു ആനയും അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊരു നല്ലൊരു സംഭവമാണ്. ശരി, ഇനി നമുക്ക് ലൈറ്റ് ഹൗസിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് വിഴിഞ്ഞം ലൈറ്റ് ഹൗസിലോട്ടാണ്. ആൻഡ് ലൈറ്റ് ഹൗസിലെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് സീനിയർ സിറ്റിസന് 10 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 20 രൂപ വെച്ചിട്ടാണ്. ക്യാമറയ്ക്ക് 10, പാർക്കിങ്ങിനും 10 ആണെന്ന് തോന്നുന്നു, ഷുവറില്ല. ഓക്കെ, ഈ പോകുന്ന വഴിയാണ് ലൈറ്റ് ഹൗസിൻ്റെ വഴി. രണ്ട് സൈഡിലും കടലാണ്. ആൻഡ് ഞാൻ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഹാർബർ വരുന്നത്. പോകുന്ന വഴിയൊക്കെ നന്നായിട്ട് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഗാർഡനിങ് ഒക്കെ നന്നായിട്ട് ചെയ്തിരിക്കുന്നത് നല്ല ഫോട്ടോസ് ക്ലിക്കാവും. ഇനി നമുക്ക് മേളിലോട്ട് കയറാം. ഇവിടെ ഒരു മാനുണ്ട് കേട്ടോ. ഇവിടെ ഫുൾ ഇങ്ങനെ ഇതേ കണക്ക് സ്റ്റാച്യൂസ് ഉണ്ട്. ആന, മാന, അങ്ങനെ ഒരുപാടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ലൈറ്റ് ഹൗസിലോട്ട് പോവാം. അപ്പം ഈ ലൈറ്റ് ഹൗസ് കയറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഒരു കഫറ്റീരിയ ഉണ്ട്. അപ്പം ലൈറ്റ് ഹൗസ് കണ്ടുവരുന്നവർക്ക് ഇവിടെ നിന്ന് റിഫ്രഷ്മെൻറ്റിന് വേണ്ടി വരാവുന്നതാണ്. അങ്ങനെ ഇതാണ് ലൈറ്റ് ഹൗസിലോട്ട് പോകുന്ന വഴി. അപ്പം ലൈറ്റ് ഹൗസ് കയറുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും തന്നെ സൈഡിൽ ഇങ്ങനെ ചെയർസ്, ബെഞ്ചസ് പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലിരുന്ന് ബീച്ച് വ്യൂ ഒക്കെ കണ്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. ആൻഡ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ തന്നെ അങ്ങ് അകത്തോട്ട് നടക്കാനായിട്ട് ഒരു എന്തോ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ പടി പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാം. ആൻഡ് ഈ എൻഡിൽ നിന്ന് ബീച്ച് വ്യൂ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ബീച്ചിൻ്റെ വ്യൂ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ബെഞ്ചസൊക്കെ ആ ഒരു ഫൗണ്ടനെ ഫേസ് ചെയ്ത് തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ഈ ഒരു ഫൗണ്ടൻ ലൈറ്റപ്പ് ചെയ്യുമായിരിക്കും. അപ്പോൾ അത് കാണാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു രീതിയിൽ അവർ ബെഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ആ സൈഡിൽ കാണിച്ച ഫൗണ്ടൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ലാറ്റൻ സർവീസസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ പാരലായിട്ട് തന്നെ പിന്നും പടിക്കെട്ടുകൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇരിക്കാം, ഫൗണ്ടൻ ഫേസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. ശരി, ഇനി നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോവാം.
പുറത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് നമ്മളത് ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ആൻഡ് ഇവിടെ ഫുഡ് വേജൊക്കെ പുറത്തിട്ടിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. ഓക്കെ, അപ്പോൾ ടിക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഈ ഹാളിലോട്ട് കയറുമ്പോൾ ഇവിടെ ഈ ഒരു ലൈറ്റ് ഹൗസിനെ കുറിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അവിടെ ഒരു വലിയൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൻ്റെ പൊസിഷൻ പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് അത് കാണാവുന്നതാണ്. അല്ലാത്തവർക്ക് എൻ്റെ കൂടെ ലിഫ്റ്റിലോട്ട് വരാം. അപ്പോൾ താഴെ നിന്ന് 2-3 പടിയൊക്കെ കയറിയിട്ടാണ് ലിഫ്റ്റിൻ്റെ ഡോറിൻ്റെ അവിടെ എത്തുന്നത്. ആൻഡ് ഇപ്പോൾ മുകളിൽ നിന്ന് ലിഫ്റ്റ് താഴോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നോർമൽ ലിഫ്റ്റ് പോലെയൊന്നും അല്ലത്, കുറച്ചുകൂടെ സ്ലോ ആയിട്ടാണ് ഇത് മുകളിലും താഴോട്ടും വരുന്നത്. സോ ലിഫ്റ്റ് എത്തിയിട്ടുണ്ട്. ആൻഡ് അറ്റ് എ ടൈം ഈ ലിഫ്റ്റിൽ 4 പേർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. നമ്മൾ 4 പേര് നിന്നിട്ട് തന്നെ നല്ല കൺജഷനായിട്ട് എനിക്ക് തോന്നി. ആൻഡ് മുകളിൽ കയറാനായിട്ട് ലിഫ്റ്റ് മാത്രമല്ല ഒരു ഓപ്ഷൻ, സ്റ്റേഴ്സും ഒരു ഓപ്ഷനാണ്. അപ്പോൾ പടി വഴി കയറാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും മുകളിലോട്ട് കയറാവുന്നതാണ്. സോ അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പടി കയറിയിട്ട് വേണം ഇനി മുകളിലെ റൂഫ് ടോപ്പിൽ എത്താനായിട്ട്. ജസ്റ്റ് താഴെയുള്ള ആ ഒരു പടിക്കെട്ടിൻ്റെ അവിടെ ആയിരിക്കും ലിഫ്റ്റ് വരുന്ന, മുകളിലോട്ട് പോകത്തില്ല. സോ കുറച്ച് സ്റ്റെപ്സൊക്കെ കയറിയിട്ട് നേരെ വരുന്ന ഈ കുത്തനെയുള്ള സ്റ്റെപ്സിലാണ്. ആൻഡ് ഈ സ്റ്റെപ്സ് കയറാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വലിഞ്ഞാണ് ഈ കഷ്ടപ്പെട്ട് കയറുന്നത് തന്നെ. ഈ 2 സംഭവങ്ങൾ പിടിച്ചാണ് നമ്മൾ കയറുന്നത് തന്നെ. ആൻഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ലൈറ്റ് ഹൗസിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ കുറേ നേരം നമുക്ക് ഈ അടിപൊളി വ്യൂ ഒക്കെ കണ്ട് നിൽക്കാനായിട്ട് പറ്റും. ശരിക്കും മോളിയും താഴെ കാണാൻ നല്ല രസമുണ്ട്. ഈ തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതും തിര എണ്ണി ഇവിടെ നിൽക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ശരി, നമുക്കിനി അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഹാർബറിൻ്റെ ആ ഒരു പോർഷനൊക്കെ വരുന്നത്. ആൻഡ് ഇവിടെ നിന്ന് ശരിക്കും താഴോട്ട് നോക്കിയൊക്കെ നല്ല രസമാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ കണ്ടു നിൽക്കാനൊക്കെ എനിക്ക് പൊതുവേ നല്ല താല്പര്യമുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പം ശരിക്കും ഒരു അടിപൊളി വ്യൂ തന്നെയാണ്. പിന്നെ ഇവിടെ അധികം വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇവിടെ ഇങ്ങനെ നിന്ന് ഇതൊക്കെ കണ്ട് നിൽക്കാനും ഒരു അടിപൊളി ഫീൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ ആ ലൈറ്റ് കത്തുന്ന ആ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഒരു 6-6:15 ആകുമ്പോഴത്തേക്കാണ് ലൈറ്റ്സ് ഓൺ ചെയ്യുന്നത്. സോ അങ്ങനെ ലൈറ്റ് ഹൗസിന് താഴെ ഇറങ്ങി. ഇനി ഞാൻ മുകളിൽ നിന്ന് തന്നെ അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വഴി വന്നിട്ട് ഈ താഴെ ഒരു കഫറ്റീരിയ ഉണ്ട്. അപ്പോൾ അതിന് സൈഡിലോട്ടാണ് പാർക്കിലോട്ട് ഇറങ്ങുന്ന വഴി. ആൻഡ് ശരിക്കും നല്ല രസമുണ്ട് ഇവിടെ നിന്ന് തന്നെ ആ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി പാർക്കിലോട്ട് ഇറങ്ങിപ്പോവാം. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ ഗൊറില്ല, ജിറാഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു അടിപൊളി സംഭവമാണിത്. ആൻഡ് ഇവിടെ കുട്ടികൾക്ക് അട്രാക്ഷനായിട്ട് തന്നെ കുറേ സ്വിങ്ങും പിന്നെ അങ്ങനത്തെ കുറേ കളിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് അതായത് അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് ബെഞ്ചസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം അതും ബീച്ചിനെ ഫേസ് ചെയ്താണ് ഈ ബെഞ്ചസ് കെട്ടിക്കുന്നത്. അപ്പം ശരിക്കും ഈവനിങ് ടൈം ഈ ഒരു വ്യൂ ആസ്വദിച്ച് ഈ പാർക്കിൽ കുറച്ച് നേരം ഇരുന്ന് നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. സോ ലൈറ്റ് ഹൗസിൻ്റെ ടൈമിങ്സ് വന്നിട്ട് വീക്ക് ഡേയ്സ് 10 AM to 12:30 PM ആൻഡ് 2 to 5 PM വരെയാണ്. ആൻഡ് സൺഡേ സാറ്റർഡേ മോർണിംഗ് 11 AM to 12:30 പിന്നെ 2 to 5 PM വരെ. ആൻഡ് മൺഡേ ഹോളിഡേ ആണ്. അപ്പോൾ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ. ആൻഡ് നെക്സ്റ്റ് വീഡിയോ അതിന് പുതിയ സ്ഥലമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇപ്പോഴും പറയുന്നതാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.